നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ 90 ട്രേഡേഴ്സും ഫെയിൽ ആകുന്നത്? സക്സസ്ഫുൾ ട്രേഡിംഗ് ഈസ് നോട്ട് അബൌട്ട് ലക്ക്, ഇറ്റ്സ് അബൌട്ട് സ്ട്രാറ്റജി, ഡിസിപ്ലിൻ ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. അതായത് സക്സസ്ഫുൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് ലക്കല്ല ഒരിക്കലും. അത് നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ ഡിസിപ്ലിൻ, നമ്മുടെ റിസ്ക് മാനേജ്മെന്റിനെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സക്സസ്ഫുൾ ആവുന്നത്. നമുക്ക് വീഡിയോയിലൊക്കെ കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിറ്റി ചാനൽ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലാണ്. ലൈവ് മാർക്കറ്റ് അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം ഇതിൽ കിട്ടും. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റ് അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് കോൺടാക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് മാർക്കറ്റിൽ 90% ഓഫ് ട്രേഡേഴ്സും ഫെയിലാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അത് എങ്ങനെ സംഭവിക്കുന്നത്? അതായത് ചില ട്രേഡേഴ്സിൻ്റെ കയ്യിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാവും, പക്ഷെ അത് കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ അറിയില്ല. ചിലർക്ക് ഡിസിപ്ലിൻ ഉണ്ടാവില്ല, ചിലർക്ക് റിസ്ക് മാനേജ്മെന്റ് ഉണ്ടാവില്ല. ഈ ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ ഫെയിൽ ആവുന്നത്. ചിലർക്ക് സ്ട്രാറ്റജി പോലും നല്ല രീതിയിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ട്രേഡിംഗ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളെ കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് എ പ്രോഫിറ്റബിൾ ട്രേഡിംഗ് പ്ലാൻ. നമുക്കൊരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടായിരിക്കും. പ്രോഫിറ്റബിൾ ആകും എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടായിരിക്കും. ട്രേഡിംഗ് ടു പ്ലാൻ ഈസ് പ്ലാനിങ് ടു. നമുക്ക് നമ്മുടെ കയ്യിൽ നല്ലൊരു പ്ലാൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ട്രേഡിംഗ് പ്ലാനിൽ എന്തൊക്കെ വേണം? നമുക്കൊരു എൻട്രി എക്സിറ്റ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. എവിടെ നമ്മൾ എൻട്രി എടുക്കണം, എവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യണം എന്നുള്ളതിന് കറക്റ്റായിട്ടൊരു ഐഡിയ നമ്മുടെ കയ്യിൽ എന്തായാലും നമ്മൾ എന്തായാലും ഡിഫൈൻ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ റിസ്ക് റിവാർഡ് റേഷ്യോ മിനിമം എന്തായാലും 1:2 എങ്കിലും റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഏതിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കണം. എപ്പോൾ ട്രേഡ് ചെയ്യണം, ഏതിൽ ട്രേഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മുമ്പേ തീരുമാനിച്ചിട്ട് വേണം ട്രേഡിങ്ങിലേക്ക് എൻ്റർ ചെയ്യാൻ. അതായത് നമുക്കിപ്പോൾ കുറേ ഷെയർസും കാര്യങ്ങളെല്ലാം മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മോർണിംഗ് തന്നെ തീരുമാനിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസം തീരുമാനിച്ചിരിക്കണം നമ്മൾ ഏത് ഷെയറിൽ ട്രേഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻഡെക്സിലാണോ ട്രേഡ് ചെയ്യുന്നത്, അത് ഏത് സമയത്ത് നമ്മൾ എൻട്രി എടുക്കും, ഏത് സമയത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തീരുമാനിച്ചിരിക്കണം. അതായത് ഏത് സമയം എന്ന് പറയുമ്പോൾ നമുക്കൊരു ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ ആ ബ്രേക്ക്ഔട്ട് നടക്കുമ്പോൾ മാത്രം നമുക്ക് എൻട്രി ചെയ്യുള്ളൂ. ഓക്കെ, ഇതിന്റെ മുമ്പ് കയറിയിട്ട് നമ്മൾ ഒരിക്കലും എൻട്രി എടുക്കുക. മാസ്റ്റർ ദ ബേസിക്സ്. യു ക്യാൻ വിൻ എ ഗെയിം യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നമുക്കറിയാത്തൊരു ഗെയിമിൽ നമുക്ക് ഒരിക്കലും സക്സസ്ഫുൾ ആവാൻ നമുക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പം ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മാസ്റ്റർ ചെയ്തിരിക്കും. ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ക്യാൻഡിൽ സ്റ്റിക്സ്, പാറ്റേൺസ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ് എന്താണ്, ക്യാൻഡിൽ സ്റ്റിക്സും സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് നമുക്ക് പഠിച്ചിട്ട് ട്രേഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്സ്, പാറ്റേൺസും സപ്പോർട്ട് റെസിസ്റ്റൻസും കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അണ്ടർസ്റ്റാൻഡ് മാർക്കറ്റ് ട്രെൻഡ്സ് ആൻഡ് പ്രൈസ് ആക്ഷൻ. മാർക്കറ്റ് ട്രെൻഡ്സും പ്രൈസ് ആക്ഷനും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, എങ്ങനെയാണ് മാർക്കറ്റ് ട്രെൻഡ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. ഓക്കെ, ചൂസ് യുവർ ട്രേഡിംഗ് സ്റ്റൈൽ. ഏതാണ് നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈൽ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്തിരിക്കണം. ഡേ ട്രേഡിംഗ് ആണോ, സ്വിംഗ് ട്രേഡിംഗ് ആണോ, ഇൻവെസ്റ്റ്മെന്റ് ആണോ, ഏതാണോ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് അതിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, എല്ലാത്തിലും കയറിയിട്ട് ട്രേഡ് ചെയ്യുന്നത് ഇപ്പം ഫുൾ ടൈം ട്രേഡർ എന്നുള്ളവരാണെന്നുണ്ടെങ്കിലൊക്കെ കുഴപ്പമില്ല. അവർക്ക് അതിനനുസരിച്ചുള്ള ക്യാപിറ്റൽ
ഓരോന്നിലേക്കും മാറ്റി വെച്ചാൽ മതി. ട്രേഡിങ്ങിലേക്കും, സ്ട്രിംഗ് ട്രേഡിങ്ങിലേക്കും, ഇൻവെസ്റ്റ്മെന്റിലേക്കും, ഇതിലേക്കും വേണമെങ്കിൽ അവർക്ക് ഓരോ ക്യാപിറ്റലായിട്ട് മാറ്റി വെച്ചാൽ മതി. പക്ഷെ നമ്മൾ ഒരു വർക്കിംഗ് പ്രൊഫഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ട്രേഡിംഗ് സ്റ്റൈൽ എന്തായാലും തീരുമാനിച്ചിരിക്കണം, നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ ആവുന്നത് എന്നുള്ളത്. ഓക്കെ. പിന്നെ റിസ്ക് മാനേജ്മെന്റ് ഈസ് ദ കീ. പ്രൊട്ടക്ടിങ് യുവർ ക്യാപിറ്റൽ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മേക്കിംഗ് പ്രോഫിറ്റ്സ്. നമ്മൾ റിസ്ക് മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. നമ്മുടെ ക്യാപിറ്റൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അതായത് നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള കൺസെപ്റ്റിൽ വരാണ്ട് നമ്മുടെ ട്രേഡിങ് സക്സസ് ആവുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ. ഹൗ ടു മാനേജ് റിസ്ക്. നെവർ റിസ്ക് മോർ ദാൻ 1 to 2% പെർ ട്രേഡ്. ഒരു ട്രേഡിൽ ഒരിക്കലും 2%, 1 to 2% മുകളിലേക്ക് ഒരിക്കലും റിസ്ക് ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ റിസ്ക് മാക്സിമം 2% വരെ പോകാൻ പാടുള്ളൂ. അതിന്റെ താഴെ ആയിരിക്കണം എപ്പോഴും നമ്മുടെ റിസ്ക്. ഓൾവേസ് യൂസ് സ്റ്റോപ്പ് ലോസ് ആൻഡ് ടേക്ക് പ്രോഫിറ്റ്. നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് എന്തായാലും കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ പ്രോഫിറ്റ് വരുമ്പോൾ പ്രോഫിറ്റിൽ ബുക്ക് ചെയ്ത് എക്സിറ്റ് ആയിരിക്കണം. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് നമുക്ക് ചെയ്യാം. അതല്ലാണ്ട് ഇനിയും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊരു അസ്യൂം ചെയ്തിട്ട് നമ്മൾ ട്രേഡ് റൺ ചെയ്യുന്നത് നല്ലതല്ല. ഓക്കെ. പിന്നെ അവോയ്ഡ് ഓവർ ലിവറേജിങ്. കൂടുതലായിട്ട് ലിവറേജ് എടുക്കുക ബിഗിനിങ്, നമ്മളിപ്പോൾ ഒരു ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ലിവറേജ് എടുക്കാതെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ബി പേഷ്യൻ്റ് ആൻഡ് തിങ്ക് ലോങ് ടൈം. കൺസിസ്റ്റൻസി ബീറ്റ്സ് ഷോർട്ട് ടൈം വിൻസ്. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സക്സസ് ആവുക എന്നുള്ള രീതിയിൽ മാത്രം ഇതിലേക്ക് വരാം. അതായത് ഇന്നൊരു 100 രൂപ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വീക്കിൻ്റെ ഉള്ളിൽ നമുക്കൊരു 2000 റുപ്പീസ് കിട്ടണം എന്നുള്ള രീതിയിൽ ഇതിലേക്ക് വന്നിട്ട് കാര്യമില്ല. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക, അത് സക്സസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ വീക്കിലി ഒരു ട്രേഡ് എല്ലാമായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ഓക്കെ. ആ ഒരു ട്രേഡിന് വേണ്ടിയിട്ട് പേഷ്യൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ആ ട്രേഡ് വരുമ്പോൾ മാത്രം എൻ്റർ ചെയ്യുക, അത് കറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്യാം. ഓക്കെ. സ്മോൾ ആൻഡ് കൺസിസ്റ്റന്റ് ഗെയിംസ് ഓവർ ടൈം. പെട്ടെന്ന് കിട്ടുക എന്നുള്ളതല്ലാണ്ട് ഒരു ചെറിയ എൻട്രി ആണെന്നുണ്ടെങ്കിലും നമ്മളെ സ്ട്രാറ്റജി സക്സസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യാം. ഓക്കെ. സ്റ്റിക്കിംഗ് ഓൺ യുവർ സ്ട്രാറ്റജി റിഗാർഡ്ലെസ് ഓഫ് ഇമോഷൻസ്. ഒരിക്കലും നമ്മൾ ഇമോഷൻ വെച്ചിട്ട് ട്രേഡ് ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ സ്ട്രാറ്റജി എന്താണോ അതിൽ തന്നെ കുറച്ചിട്ട് നിൽക്കാം. ഓക്കെ. നിങ്ങൾ കുറെ തവണ ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കും സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ആ സ്ട്രാറ്റജി കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ഒരിക്കലും ഇമോഷൻ വെച്ചിട്ട് ട്രേഡ് ചെയ്യരുത്. അതായത് നമുക്ക് തോന്നും ഇന്ന ഷെയർ കയറാൻ ചാൻസ് ഉണ്ട്. ചിലർക്ക് അതായത് നമുക്ക് ചാർട്ട് കാണുമ്പോൾ നമുക്ക് ചില ടൈമിൽ തോന്നും ഇന്ന ഷെയർ കയറാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ഷെയർ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡെക്സ് കയറാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കാര്യങ്ങൾ നമുക്ക് തോന്നും. അപ്പൊ ആ തോന്നൽ വെച്ചുകൊണ്ട് ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. നമുക്ക് കറക്റ്റ് ആയിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ അവോയ്ഡ് ഗെറ്റ് റിച്ച് ക്വിക്ക് മൈൻഡ് സെറ്റ്. അതായത് ക്വിക്ക് റിച്ച്, പെട്ടെന്ന് റിച്ച് ആവാം എന്നുള്ള മൈൻഡ് സെറ്റിൽ ഒരിക്കലും നമ്മൾ ഷെയർ മാർക്കറ്റിലേക്ക് വരുന്നത് നമുക്ക് ഒരിക്കലും സക്സസ് ആവാൻ കഴിയില്ല. പിന്നെ കൺട്രോൾ യുവർ ഇമോഷൻസ്. ഇമോഷണൽ ട്രേഡിംഗ് ലീഡ്സ് ടു ലോസസ്. നമ്മുടെ ഇമോഷൻ കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മൾ ലോസിലേക്ക് തന്നെ പോകുള്ളൂ. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. നമ്മളിപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി നമ്മളൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട് ആയപ്പോൾ നമുക്ക് എൻട്രി കിട്ടിയില്ല. ഓക്കെ. നമുക്കൊരു എൻട്രി കിട്ടിയില്ല എന്ന് മാത്രമല്ല കുറച്ചൊരു മൂവ്മെന്റ് കൂടെ വന്നു. അപ്പൊ നമ്മൾ അന്നേരം ട്രേഡ് എടുക്കാണ്ടിരിക്കാം. അതായത് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ബ്രേക്ക് ഔട്ടിന്റെ സമയത്താണ്. ബ്രേക്ക് ഔട്ടിന്റെ സമയത്ത് നമുക്ക് എൻട്രി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുക. കാരണം പിന്നെ ഒരു മൂവ്മെന്റ് കിട്ടിയതിന്റെ ശേഷം എൻട്രി ചെയ്യുന്നത് നമുക്ക് റിസ്ക് ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഷെയർ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഷെയർ
അബൌട്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയർ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബ്രേക്ക്ഔട്ട് നമുക്ക് മോർണിംഗിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് മോർണിംഗിൽ എൻട്രി എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി 1% മൂവ്മെന്റ് തന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് റിസ്ക് ആയിരിക്കും. പിന്നീട് നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നത് റിസ്ക് ആണ്. പക്ഷെ അതിന് ശേഷം അത്രയും മൂവ്മെന്റ് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും പിന്നീട് നമ്മൾ ഇതിലേക്ക് ട്രേഡ് എൻട്രി എടുക്കുന്നത് റിസ്ക് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റിൽ വേറെയും ഓപ്പർച്യൂണിറ്റീസ് വരും. ഈ ഒരു ഇപ്പം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ സ്ട്രാറ്റജി പ്രകാരം വേറെയും ട്രേഡ്സ് മാർക്കറ്റിൽ വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സക്സസ് ആവുക എന്നുള്ളതാണ്, അല്ലാതെ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ എപ്പോഴും വരുന്നത്. പിന്നെ കീപ് ലേണിംഗ് ആൻഡ് അഡാപ്റ്റിംഗ്. ഓക്കെ, ഇതിൽ ബാക്കി 2 പോയിന്റ്സ് എന്ന് പറയുമ്പോൾ റിവെഞ്ച് ട്രേഡിംഗ് ആഫ്റ്റർ എ ലോസ്. ഒരു ലോസ് ഉണ്ടായ ശേഷം റിവെഞ്ച് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുക. ഓക്കെ, റിവെഞ്ച് ട്രേഡ് എപ്പോഴും നമ്മളെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആക്കുന്നതായിരിക്കും, വാഷ് ഔട്ടിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ റിവെഞ്ച് ട്രേഡ് എപ്പോഴും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓവർ കോൺഫിഡൻസ് ആഫ്റ്റർ എ ബിഗ് വിൻ. അതായത് ഇന്ന് നമുക്കൊരു നമ്മുടെ ട്രേഡ് സക്സസ്ഫുൾ ആയി എന്ന് വിചാരിച്ച് നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് നാളെ പോയിട്ട് ട്രേഡ് ചെയ്യരുത്. എപ്പോഴും നമ്മുടെ സ്ട്രാറ്റജി എപ്പോഴും കീപ്പ് ചെയ്യുക, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, സ്ട്രിക്റ്റ് ആയിട്ട് അതിൻ്റെ എൻട്രി വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക, അതിൽ എക്സിറ്റ് ചെയ്യേണ്ട സമയത്ത് കറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്യും. ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു ട്രേഡിംഗ് ജേർണൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. കീപ്പ് എ ട്രേഡിംഗ് ജേർണൽ ടു ട്രാക്ക് മിസ്റ്റേക്സ് ആൻഡ് ഇംപ്രൂവ് ഡിസിപ്ലിൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ട്രേഡിംഗ് ജേർണൽ കീപ്പ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. കീപ് ലേണിംഗ് ആൻഡ് അഡാപ്റ്റിംഗ്. എപ്പോഴും മാർക്കറ്റിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, സ്ട്രാറ്റജീസ് കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെ മാറുന്നുണ്ട്, അപ്ഡേഷൻസ് അനുസരിച്ചിട്ട് മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെ കറക്റ്റായിട്ട് മാറുന്നുണ്ട്, കാര്യങ്ങളെല്ലാം പഠിക്കുക. എങ്ങനെ നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ചിട്ട് എങ്ങനെ ട്രേഡ് എടുക്കാം, ഈ കാര്യങ്ങളെല്ലാം പുതിയ പുതിയ സ്ട്രാറ്റജീസ് എല്ലാം നമ്മളിങ്ങനെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, മാർക്കറ്റ് ഇവോൾവ്സ് സോ ഷുഡ് യു. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. മാർക്കറ്റ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, നമ്മളും അതിനനുസരിച്ചിട്ട് ചേഞ്ച് ആവണം. ഓക്കെ, ടു ഇംപ്രൂവ്. നമുക്കെങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കാം. ബാക്ക് ടെസ്റ്റ് സ്ട്രാറ്റജീസ് ബിഫോർ ട്രേഡിംഗ് ലൈൻ. നമുക്കിപ്പോൾ ഒരു സ്ട്രാറ്റജി നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറേ തവണ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ട് സക്സസ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് ആ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്, എങ്ങനെ അത് ബ്രേക്ക്ഔട്ട് കിട്ടി, അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു എൻട്രി കിട്ടി എന്നുള്ള കറക്റ്റ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം ലൈവ് ട്രേഡിലേക്ക് വരിക. അപ്ഡേറ്റഡ് ഓൺ മാർക്കറ്റ് ന്യൂസ് ആൻഡ് ട്രെൻഡ്സ്. എപ്പോഴും നമ്മൾ മാർക്കറ്റ് ന്യൂസിൻ്റെ ട്രെൻഡ്സും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഒന്നും അറിയാതെ ഒരു ട്രേഡ് എടുത്തിട്ട് ഒരിക്കലും നമ്മൾ സക്സസ് ആവില്ല. ഓക്കെ, ലേൺ ഫ്രം ബുക്സ്, കോഴ്സസ് ആൻഡ് മെൻറ്റേഴ്സ്. നമ്മൾ നല്ലൊരു മെൻറ്റേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ബുക്സ് എപ്പോഴും വായിക്കുന്നതും കോഴ്സസ്, പുതിയ പുതിയ കോഴ്സസ് പഠിക്കുന്നതൊക്കെ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ഒക്കെ പഠിക്കുന്നത് നമുക്ക് എപ്പോഴും ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ കൺക്ലൂഷനായിട്ട് പറയുന്നത് നമ്മളിപ്പോൾ ഒരു 6 സ്റ്റെപ്സ് പഠിച്ചിട്ടുണ്ട്. ട്രേഡിംഗ് സക്സസിന് വേണ്ടിയിട്ടുള്ള ഒരു 6 സ്റ്റെപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സക്സസ്ഫുൾ ട്രേഡിങ്ങിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഹെൽപ്ഫുൾ ആകുമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. കൂടുതൽ വീഡിയോസിനായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും ഷെയർ അനാലിസിസ് ചെയ്യണം, ഫണ്ടമെൻ്റൽ അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ.